താഴ്ന്ന് അങ്ങനെ തിരിച്ചു വന്നു ഗേസ്. അങ്ങനെ നമ്മൾ താഴ്ന്ന് തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം പള്ളീൻ്റെ അടുത്തെത്തി. ഇതുണ്ടില്ലേ, പള്ളീൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. താഴ്ന്ന് കുറേ നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങളും അവിടെ നിന്ന് എന്താ പറയുക നമ്മളെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുത്തു എന്ന് പറയാം. ആരുമില്ല, നമ്മൾ തന്നെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് പള്ളി കേട്ടോ. നമ്മളവരോട് ചോദിച്ചതാട്ടോ പള്ളിയിലേക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ അത് ഓരോ നേർച്ചകളുണ്ടാവും. ഞാനൊക്കെ ഇങ്ങനെ ചെയ്തിങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. അതൊക്കെ നമുക്ക് എന്താ പറയുക ഓരോ ഇതായിരിക്കും എന്തെങ്കിലും അത് നടക്കാനൊക്കെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നേർച്ചയാക്കുന്നില്ലേ, അതുപോലെ വാ ഇങ്ങോട്ട് വാ മക്കൾ ഇങ്ങോട്ടേക്ക് വാ. ഇതുണ്ടോ കേട്ടോ, ഇതൊക്കെ ഓരോ നേർച്ചകൾ കേട്ടോ. ഇത് ഓരോരുത്തർ നേർച്ച നമ്മളെ പോലെ തന്നെ. ഇവിടെ മതം ജാതി ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും എല്ലാ ജാതികളും ഇതാക്കുന്ന ഒരു ഇതല്ലേ. താത്ത സ്റ്റേജ് ഉണ്ടോ? മക്കളെ കൊടുത്തുവാ. ഇതെവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ സ്റ്റേജിൽ വെച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും. രാത്രി വരണം കേട്ടോ, എന്നാലാണ് ഇവിടെ അടിപൊളിയായിട്ട് നമുക്കിത് കാണാൻ കഴിയുള്ളൂ. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതായിട്ടില്ല, വരുന്നാളും എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദിവസം 11-12 ദിവസങ്ങളിലാണ്. ഇതിപ്പോൾ ഇന്നിപ്പോൾ 8 ആയിട്ടില്ലുള്ളൂ, 18-ാം തീയതി വരെ ഉണ്ടാവും. ഇത് ഇനിയിപ്പം 18-ാം തീയതി ആകുമ്പോഴാണ് ഇത് അവസാനിക്കുക. 11-12 പ്രധാനപ്പെട്ട ദിവസങ്ങൾ. മലബാർ മേള ഇവിടെ എന്താ എക്സിബിഷനൊക്കെ ഉണ്ട് ഇവിടെ. പഴയ കാലത്തെ മിഠായികളില്ലേ, ഇതുണ്ടോ പഴയ കാലത്തെ മിഠായികൾ. പണ്ടത്തെ മിഠായികളാണ് ഇതൊക്കെ. എന്താ ആണോ? ഇത് ഇഷ്ടംപോലെ ഉണ്ട് കാണാൻ കേട്ടോ. ഇതുണ്ടോ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലവേഴ്സ്, അതിൻ്റെ തൈകളുണ്ട്. നാച്ചുറൽ ഹെയർ ഓയിൽ. അമ്മച്ചി വാങ്ങിത്തരാം അമ്മച്ചി. അവർ കുറേ നേരമായിട്ട് ഐസ്ക്രീമിന് പറയുന്നത്, അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കാൻ അയച്ചിട്ടാണ്. വാങ്ങിത്തരും കണ്ടോ. ഫാൻസികളിനൊക്കെ 30 രൂപ റേറ്റ് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫാൻസിയൊക്കെ ഉണ്ട്. നോക്കാത്ത ചെരുപ്പിനൊക്കെ റേറ്റ് കുറവാന്ന് പറയും. അവിടെയൊക്കെ ഏകദേശം 100 രൂപ റേറ്റാണ് വരുന്നത്. എന്താണ് വാങ്ങിത്തരാം പക്ഷെ ഇവിടെ നിന്ന് വാങ്ങിത്തരാം നോക്കിച്ച്. പക്ഷെ വാങ്ങിത്തരും മക്കൾക്ക്. ജസ്റ്റ് ഇവർക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വാങ്ങിക്കൊടുക്കാറ്. അവർ തിരക്ക് കൂട്ടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിത്താട്ടേന്ന്. വാങ്ങിത്തരും, എല്ലാം വാങ്ങിത്തരും കേട്ടോ. പിന്നെന്താ പറയുന്നത്, ഇതുണ്ടോ അത്തറുണ്ടോ? അത്തറ് വാ സൂപ്പർ അത്തറുകൾ അല്ലേ. ഇത് ഫോട്ടോസിൻ്റെ ഒക്കെ അല്ലേ. ഇതൊക്കെ ഇതന്നെ അല്ലേ, 100 രൂപ. ഇത് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. രാത്രി വരണം അല്ലേ. അപ്പോൾ വാങ്ങിത്തരും. ഉമ്മച്ചി പറഞ്ഞിട്ടില്ലേ, അമ്മച്ചി ഇത് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ഇത് ചെയ്തിട്ട് ഉമ്മച്ചി വാങ്ങിത്തരാം കേട്ടോ. ഉമ്മച്ചി വാങ്ങിത്തരും. പക്ഷെ നമുക്ക് കുറച്ച് അങ്ങനെ വാങ്ങാൻ വിചാരിച്ചിട്ടാണ്. എന്തെന്നാ വേണ്ടേ? ഊതുന്ന ബുക്കോ? ഒരു പിക്ചർ വരും, അതിൽ ആണോ?
ആണോ? ഖദീജ ഇത് ഷെമീന്റെ അടുത്തുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ബുക്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഈ പെണ്ണുള്ള നമുക്ക് പോകുമ്പോ അമ്മച്ചി വാങ്ങിത്തരും കേട്ടോ. നമ്മളിതിൻ്റെ എവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഇത് ഏകദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. ഇത്രയും ഇതുണ്ട്. ഇത് കാണാൻ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് വന്നാൽ ഇതിനൊക്കെ കാണാൻ പറ്റും. ഹായ്. ഓർക്ക് വേണ്ടാത്തൊന്നും ഉണ്ടാവില്ല. എന്താ സംഭവം? എന്താ ഇത്? കുട്ടികൾക്ക് ഊതി ചിത്രങ്ങൾ വരയ്ക്കുന്നത് മേഡം. ഇത് 3 വയസ്സ് മേലുള്ള കുട്ടികൾക്ക് ഊതാം കേട്ടാ. ഇത് നോർമൽ സ്കെച്ചാണ്, സാധാരണ സ്കെച്ചാണ് കേട്ടോ. സാധാരണ സ്കെച്ച്. ഇതിന്റെ അടപ്പം മാത്രമേ നമ്മൾ അയക്കുന്നുള്ളൂ. സ്കെച്ചുണ്ട്. ഇത് ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അകത്തില്ല. സാധാരണ ബലൂൺ ഊതും ഊതിക്കളി. ബൈ ചാൻസ് കുട്ടികൾ അകത്തേക്ക് വെച്ചാലോ മഷി വരില്ല. വന്നിട്ടുണ്ടാ ഇല്ല. മൾട്ടി കളയാണ്. അതോ കുഞ്ഞി ഇങ്ങനെ ഊതി ചിത്രങ്ങൾ വരക്കുന്നതാണ്. ഇതാകുമ്പോൾ 3 വയസ്സ് മേലുള്ള കുട്ടികൾക്ക് ഊതാം. ഡെയിലി 3 ഇയേഴ്സിൻ്റെ ആണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ സ്റ്റെൻസിൽ കേൾക്കുന്നുണ്ടാവും. ഇതുപോലത്തെ സ്റ്റെൻസിൽ ഉണ്ടാവും. പിന്നെ 2 ബ്ലോ ഉണ്ടാവും. 2 കുട്ടിൻ്റെ ഒന്ന് വാങ്ങി കടികൾ ഇതാ. നല്ല കൈപ്പക്ക, പൊട്ടറ്റോ എല്ലാത്തിനും ഇതിലെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ചിപ്സ്. നോക്കി താത്ത, ചിപ്സുകളുണ്ട്. അടിപൊളി ചിപ്സുകൾ. എന്താ നോക്ക് വേണ്ടേ? ചിപ്സോ? താത്ത ഇത് കഴിച്ചിക്കോ. പാനിപൂരി കഴിച്ചാലോ? പാനിപൂരി കഴിക്കാം നമുക്ക്. കഴിക്കോ താ? പാനിപൂരി കഴിച്ചാലോ? നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിപൂരി കഴിച്ചു നോക്കാം. ഇത്രയും ലോങ് ഇത് വന്നിട്ട് ഒന്നും കഴിച്ചു നോക്കിക്കില്ല. അപ്പം നമുക്ക് എന്താക്കാം, പാനിപൂരി എടുത്ത് കഴിച്ചു നോക്കാം. കഴിക്കൂലേ പാനിപൂരി? അങ്ങനെ ഗസ് പാനിപൂരി കിട്ടി. നമുക്ക് എന്താക്കാം, ജസ്റ്റ് കഴിച്ചു നോക്കാം. ഇങ്ങോട്ട് വാ. അവിടെ ഇരിക്കും സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. വാ. ഇത് ഐശു ഇവിടെ ഇരിക്കുക. ചിപ്പു ഇതവിടെ വെക്ക്. ചിപ്പു കഴിച്ചു നോക്ക്. റീനു ഓരോന്നെടുത്ത് കഴിക്കേ. നൈസു കഴിക്കുക. അതാ വെക്കും. അത് ചാരി നിൽക്കല്ലേ. വാ കഴിച്ചു നോക്ക്. ഉമ്മ ചേർന്നാ കഴിക്ക്. കഴിച്ചു. ഞാൻ കഴിച്ചോളാം. കഴിക്ക്. അതാ നീര് വെച്ചു കൊടുക്ക്. താത്ത ഒക്കെ നീര് വെച്ചു കൊടുക്ക്. അങ്ങനെയല്ല മക്കളെ, ഒന്നായിട്ടാണ് വായിലിടുന്നത്. ഇതിങ്ങനെ എടുക്കുക. ചിപ്പു അതെടുക്ക്. എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇട്. കഴിച്ചോ? എന്താ? ഓക്കെ ഇരുന്നു കഴിച്ചോ. അപ്പോഴും കഴിച്ചോക്കല്ലേ. അങ്ങനെ കഴിച്ച് നമ്മളവിടെ ആ മേളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. മാതാവിൻ്റെ ഒക്കെ നോക്കി രസമില്ലേ? മാതാവിൻ്റെ ഒക്കെ ഇത് ഇങ്ങോട്ടൊക്കെ മാതാവിൻ്റെ ഉണ്ടോ? നല്ല ഭംഗിയില്ല കാണാൻ. ഇതൊക്കെ മാതാവിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ച രസമില്ലേ? വൈകുന്നേരം ആയപ്പോൾ ആൾക്കാരായിട്ടോ അങ്ങോട്ടേക്ക് ഫുള്ളും ഇതായി. മക്കളെടുത്ത് അത് നോക്കിക്കല്ലേ, അവരവിടെ നോക്കി വെക്കുകയാണ്. എന്താ വൈകുന്നേരം ആകുമ്പോൾക്ക് ആളാ. ഇപ്പം തന്നെ വെയിൽ കുറേ കുറഞ്ഞിട്ടോ. നമ്മളാ വന്നപാട് ഭയങ്കര വെയിലായിരുന്നു. ഇപ്പം കുറേ വെയിൽ കുറഞ്ഞു. ഇതെന്താ മലബാർ? ഇതല്ല നമ്മളിങ്ങോട്ട് പോയതല്ലേ? ഇത് കൂടിയും പോവാല്ലേ താത്താ? ഇതിൽ കൂടിയും പോവാ. ഹായ് ആയിരുന്നു. അതിലൂടെ നമുക്ക് വഴി ഒന്നിക്കില്ല അല്ലേ? അതിൽ കൂടിയല്ല, അത് അതിൽ കൂടെ കയറാനുള്ളതായിരിക്കും, ഓപ്ഷൻ ആയിരിക്കും. മക്കൾ വാട്ടോ. ഇതിപ്പോൾ ഏകദേശം നമ്മൾ അങ്ങോട്ട് എത്താനായിട്ടോ. ഹലോ ഗേസ്, പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ലോങ് വ്ളോഗാണ്.
എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയുക ഈ വ്ളോഗ് ചെയ്യുമ്പം പല മിസ്റ്റേക്കുകളും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന ഒരാളോ ഒന്നും ഒരു യൂട്യൂബറോ ഒന്നുമല്ല. സാധാരണ ഒരു ചെറിയൊരു ഫാമിലിയും ഞാനും എൻ്റെ മക്കളും ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഉണ്ട്. മക്കളും ഏട്ടനില്ല, ഏട്ടൻ്റെ വൈഫും മക്കളും കൂടി ചെയ്യുന്ന ഒരു വ്ളോഗാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാനൊരു സാധാരണ ചെറിയ എന്താ പറയുക എനിക്കറിയാവുന്ന ഒരു വ്ളോഗ് ചെയ്ത് എന്നേ ഉള്ളൂ. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക. അങ്ങനെ ഈ വ്ളോഗ് ഏകദേശം നമ്മളിത് ഇവിടെ എന്താ പറയുക കഴിയാനായി. ഞാൻ മക്കളെയും കൊണ്ടൊക്കെയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം കുറേ എന്താ പറയുക അതിൽ പല സ്ഥലങ്ങളും എടുത്തതിലൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഈ 18-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഇതിവിടെ അവസാനിക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ തിരക്കാതിൻ്റെ മുന്നേ വന്ന് വ്ളോഗ് ചെയ്തതാണ്. അങ്ങനെ എൻ്റെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ടാറ്റ ബായ് ഗൈസ്. ടാറ്റ ബൈ. എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അവർ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബായ്.